ഇടക്കൊച്ചി പ്രദേശത്ത് പെരുമ്പാമ്പുകളുടെ സാന്നിധ്യം ജനങ്ങളിൽ ആശങ്ക ഉയർത്തുന്നു. കണ്ണങ്ങാട്ട് കൃഷ്ണപിള്ള റോഡിൽ കാട് പിടിച്ച പറമ്പുകൾ വൃത്തിയാക്കുന്നതിനിടെ 3 വലിയ മലമ്പാമ്പുകളെ കണ്ടെത്തി. നാട്ടുകാർ ഇടപെട്ട് പാമ്പുകളെ സുരക്ഷിതമായി സ്നേക്ക് റെസ്ക്യൂ ടീമിന് കൈമാറി. ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് പ്രദേശത്ത് പെരുമ്പാമ്പുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. കൃഷ്ണപിള്ള റോഡിൽ കാട് പിടിച്ച് കിടന്നിരുന്ന ഉപയോഗശൂന്യമായ പറമ്പുകൾ വൃത്തിയാക്കുന്നതിനിടെയാണ് 3 വലിയ പെരുമ്പാമ്പുകളെ കണ്ടെത്തിയത്. നാട്ടുകാർ ചേർന്ന് ഇവയെ പിടികൂടി സ്നേക്ക് റെസ്ക്യൂ ടീമിന് കൈമാറി. പ്രദേശത്തുണ്ടായിരുന്ന മറ്റ് പെരുമ്പാമ്പുകൾ സമീപത്തെ കാട് പിടിച്ച സ്ഥലങ്ങളിലേക്ക് കയറിപ്പോയതായും നാട്ടുകാർ പറയുന്നു. എന്നിട്ട് രാത്രി പിടിക്കാനൊന്നും പറ്റൂല, അത് അകത്തോട്ട് പോയി. ഈ പ്രദേശത്ത് അധികം പിന്നെ ഈ കാടിന്റെ അകത്തൊക്കെ ഉണ്ട്, ഉടുമ്പ് ഇതൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത്. ആ കാട് ആ റോഡ് സൈഡിലൊക്കെ എന്തോരം കാടാണുള്ളത്, അവിടെ ഉണ്ട് പാമ്പ്. ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിലും കാട് പിടിച്ച പ്രദേശങ്ങളിലും പെരുമ്പാമ്പുകൾക്കൊപ്പം കീരി, മരപ്പട്ടി, ഉടുമ്പ് തുടങ്ങിയ ക്ഷുദ്രജീവികളുടെ ശല്യവും കൂടുതലാണ്. ഇത് കോഴി, താറാവ് ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങൾക്ക് ഭീഷണിയാകുന്നതായും നാട്ടുകാർ പറയുന്നു. കണ്ടൽക്കാടുണ്ട്, ശിവന്റെയൊക്കെ ബാധിക്കുന്നത്. അവിടെ പാമ്പുണ്ടാകുമ്പോഴും അവരുടെ ലജിയുടെയൊക്കെ താറാവിനെയൊക്കെ തിന്ന്, പിന്നെ താറാവിനെ വളർത്തിയതൊക്കെ തിന്ന്, അധികം താറാവിനൊക്കെ വന്നായിരുന്നു. രാത്രികാലങ്ങളിൽ റോഡുകളിൽ പോലും പെരുമ്പാമ്പുകളെയും വിഷപ്പാമ്പുകളെയും കാണുന്നത് പതിവായിട്ടുണ്ട്. കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ അടിയന്തരമായി വൃത്തിയാക്കി ജനങ്ങളുടെ സുരക്ഷിതമായ ജീവിതത്തിന് നടപടിയെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞാൻ ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ കൃഷ്ണകുളം വായനശാല പരിസരത്ത് ഒരു പറമ്പ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മലമ്പാമ്പിനെ കണ്ടു എന്നും പറഞ്ഞ് എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്കും പാമ്പ് ഒരു 3-4 പാമ്പുണ്ടായിരുന്നു. ഞാനതിനെ എല്ലാത്തിനെയും റെസ്ക്യൂ ചെയ്ത് ചാക്കിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ അധികൃതർ വന്ന് അതിനെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാമ്പ് നിറയെ പാമ്പ് എപ്പോഴും വീടിൻ്റെ പരിസരത്തും എല്ലായിടത്തും നിറയെ പാമ്പ് എപ്പോഴും മിക്കപ്പോഴും കാണാറുണ്ട്. ഇഷ്ടംപോലെ പാമ്പുണ്ട്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് തന്നെ ഇപ്പോൾ 4-5 പാമ്പുണ്ടായതിൽ നിന്ന് ഒരെണ്ണം ഓടി രക്ഷപ്പെട്ട് പോയായിരുന്നു. 4 കിട്ടിയത്. ഒരെണ്ണം അപ്പുറത്തെ പറമ്പിലേക്ക് പോവുകയും ചെയ്തു. ഭയങ്കര ഭീതിയാണിത്. ഇത് ഈ പരിസരം മൊത്തം കാട് പിടിച്ച് കിടക്കുന്നതാണ്. ഈ കാടൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഈ പിടിക്കുന്ന സമയത്തിന് കുഞ്ഞുങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിനെ പിടിക്കാനുള്ള ഇത് കിട്ടിയില്ല, അത് വെള്ളത്തിനടിയിലേക്ക് പോയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പൊ പള്ളുരുത്തിയിലും വരാണ്. ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് വരുന്നവരിൽ നിന്ന് ഒരാൾക്ക് 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകും. പിന്നെ ജാനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് 11 ഭാഗ്യശാലികൾക്ക് ഫ്രീ ഗോൾഡ് കോയിൻ. ജാനുവരി 11 ഞായറാഴ്ച 11 മണിക്കാണ്. ഫ്രം സി യു ഓൾ ദേ.